നമസ്കാരം. ഏതു സ്ത്രീയുടെയും സൗന്ദര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അവളുടെ സ്തനങ്ങൾ. പ്രസവശേഷം സ്തനങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതും ചുക്കിച്ചുളിയുന്നതും വലിപ്പം കുറഞ്ഞു പോകുന്നതും എല്ലാം സ്ത്രീയുടെ വലിയ മാനസിക പ്രശ്നങ്ങളായി മാറാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്തനങ്ങൾക്ക് ആവശ്യമുള്ളത്ര വലിപ്പം ഇല്ലാതിരിക്കുക എന്നതും ശരീരത്തെ അനാകർഷകമാക്കുന്നു. ഇതേപോലെ തന്നെയാണ് അമിതമായ വലിപ്പം സ്തനങ്ങൾക്കുണ്ടാവുകയും ശരീരത്തിന് അനുയോജ്യമല്ലാത്ത വിധത്തിൽ അവ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യും. ഇതിനെല്ലാമുള്ള പരിഹാരങ്ങളാണ് നമ്മൾ അഷ്ടാംഗ ഹൃദയം ആയുർവേദം കണ്ടെത്തിയിട്ടുള്ള ഫലപ്രദമായ പരിഹാരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഇവിടെ പറയുന്നത്. തീർച്ചയായും ഇത് 1-2 മരുന്നുകൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫലപ്രദമായിട്ടുള്ളവയാണ്. എങ്കിലും നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഒരു വൈദ്യൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നത് ഒറ്റമൂലികൾ പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇടിഞ്ഞു തൂങ്ങുന്ന മുലകളുടെ അതുപോലെ ചുക്കിച്ചുളിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കും പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വയമ്പ്, ഞാവൽപ്പൂവ്, തൊട്ടാവാടി, ചുക്ക്, മുളക്, തിപ്പലി, മഞ്ഞൾ ഇവ കൽക്കമായി എടുക്കുക. പശുവിൻ്റെയും എരുമയുടെയും നെയ്യ് സമം ചേർത്ത് ഇത് കാച്ചിയ ഈ എണ്ണ എന്നല്ല പറയേണ്ടത്, നെയ്യ്, അത് നസ്യം ചെയ്തു കഴിഞ്ഞാൽ 3-4 മാസങ്ങൾക്കകം സ്തനങ്ങൾ ഉയർന്നു വരുന്നതായും ദൃഢത ഉറപ്പ് വരുന്നതായും ഭംഗി വരുന്നതായും കാണാം. മറ്റൊരു പ്രയോഗം ശുഷ്കിച്ചു പോകുന്ന, അതായത് ചുക്കിച്ചുളിഞ്ഞു പോകുന്ന, വലിഞ്ഞു പോകുന്ന സ്തനങ്ങൾക്ക് ദൃഢതയും വലിപ്പവും ഉണ്ടാവാൻ ഇത് വളരെ വിശേഷകരമായ ഒരു പ്രയോഗമാണ്. ഉഴിയേണ്ട രീതി നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കണം എന്ന് മാത്രം. അമുക്കുരം, തിപ്പലി, വയമ്പ്, കൊട്ടം, വിഴാലരി, കരയാമ്പു ഇവ 4 കഴഞ്ച് വീതം എടുത്ത് വെള്ളത്തിൽ വെവ്വേറെ അരച്ച് തമ്മിൽ ചേർത്തിയ ശേഷം എണ്ണയിൽ കലക്കി മണൽ പാകത്തിൽ കാച്ചി അരിച്ചെടുക്കണം. പാകം തെറ്റരുത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ദിവസേന ഒരു നിശ്ചിത രീതിയിൽ പുരട്ടിക്കഴിഞ്ഞാൽ ശുഷ്കിച്ച സ്തനങ്ങൾക്ക് ദൃഢത കൈവരും. അതേപോലെ അതിൻ്റെ വലിപ്പവും വർദ്ധിക്കും. ഇത് ശാരീരിക വളർച്ചയ്ക്കനുസരിച്ച് സ്തനങ്ങൾക്ക് വലിപ്പം ഇല്ലാത്ത സ്ത്രീകൾക്കും പ്രസവത്തിന് മുമ്പേയും ചെയ്യാം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് ഇത്തരം ഔഷധങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേപോലെ മുലകൾക്ക് തടിപ്പും കൊഴുപ്പും ഉണ്ടായി നേരെ നിൽക്കുവാനുള്ള മറ്റൊരു പ്രയോഗമാണ് ഇനി പറയുന്നത്. പെരുംകുമ്പിളിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് ശുദ്ധമായ എള്ളെണ്ണയിൽ കാച്ചി അരിച്ച് പുരട്ടിയാൽ
ഏത് യുവതികളുടെയും ഇടിഞ്ഞുകിടക്കുന്ന മുലകൾ, അത് പ്രസവശേഷം വന്നതായാലും മറ്റ് ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് സംഭവിച്ചതായാലും, അത് തടിച്ചു കൊഴുത്ത് നേരെ ഉള്ള ഭംഗിയുള്ള സ്ഥലങ്ങളായി മാറും. ഈ 3 പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായി ചെയ്തു നോക്കാം. വേറെയും പ്രയോഗങ്ങളുണ്ട്. വീണ്ടും അത്തരം പ്രയോഗങ്ങളുമായി ഇനിയും വരാം. നമസ്തേ.